ഇതിനകത്ത് വരുന്ന ഒരു ദുരന്തം എന്താ അറിയാമോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യും. അതായത് ഇപ്പം കൃപാസനത്തിലും വേളാങ്കണ്ണിലൊക്കെ പോകുന്ന ആൾക്കാർ ഇടവകപ്പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും. ഇങ്ങനെ ഒരു വർഗ്ഗമുണ്ട് ഇവിടെ. ഈ വർഗത്തിനാണ് സഭ ഇപ്പം നിശ്ചിതമായി കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ആൾക്കാർ കറക്റ്റ് ചെയ്ത നിങ്ങളുടെ കാര്യം. പക്ഷേ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. എന്താ കാര്യം? അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യ ജീവിതം. അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വെള്ളാങ്കണ്ണി പോയി അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളിയോട് ബന്ധമില്ല, ഇടവകയുടെ ആധ്യാത്മിക ജീവിതമായിട്ട് ബന്ധമില്ല, സുവിശേഷ സാക്ഷ്യമൊന്നുമില്ല, അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ, അവരെ സഭ ഇതിലൂടെ അവിടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജോസഫ് ഞാൻ പറഞ്ഞത് ഉടമ്പടി എടുത്താൽ അച്ഛനെ കാണുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ? ഉടമ്പടി എടുത്താന്നേ ചോദിക്കത്തുള്ളൂ. ക്യാൻസറാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ വിഷയം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? ഉടമ്പടി എടുത്തെന്ന് ചോദിക്കും. എന്താ കാര്യം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയിട്ടുണ്ടെന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാൾ ചങ്ങാത്തം വെച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല. എന്താ കാര്യം? എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ്? അമ്മയെപ്പോലെ ആരുമില്ല, പരിശുദ്ധ അമ്മയെപ്പോലെ ആരുമില്ല. ക്രിസ്തുവിനെ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടിയിണക്കുക. ഞാനെപ്പോഴും ഓർക്കുവേ, ആ മനുഷ്യനോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ, ഹേ മനുഷ്യ എന്ന് ഈശോ പറഞ്ഞില്ലേ, എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ബാധിക്കുന്നതാണ് നിശ്ചയിച്ചതെന്ന്. ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയുമോ? പറയത്തില്ല. അതാണ് അമ്മയുടെ സ്വാധീനം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളു. എന്താ കാര്യം? ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ. പ്രത്യേകിച്ച് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ